Hi all, now we are going to study about benzodiazepines. അപ്പോൾ നമുക്ക് benzodiazepines എന്താണെന്നുള്ളത് നോക്കാം. Benzodiazepines are psychoactive drugs that act as central nervous system depressants. അപ്പോൾ benzodiazepines എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്ന് വെച്ചാൽ നമുക്ക് മൂഡ് ചേഞ്ചസിനും അതുപോലെ ആൻസൈറ്റി പോലുള്ള ഡിസോർഡേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിനെയാണ് ബെൻസോഡയസെപ്പിൻസ് എന്ന് പറയുന്നത്. അതെവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ആക്ട് ചെയ്യുന്നത്. സോ benzodiazepines are used to treat anxiety, insomnia, seizures, muscle spasm and alcohol withdrawal. ബെൻസോഡയസെപ്പിൻസ് ആൻസൈറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യും. ഇൻസോംനിയ എന്ന് പറയുമ്പോൾ സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഇൻസോംനിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യും. മസിൽ സ്പാസം, ആൽക്കഹോൾ വിഡ്രോവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാൾ, ആൽക്കഹോളിൽ ഡിപ്പെൻഡ് ആയിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അതിൽ നിന്നും വിഡ്രോ ചെയ്ത് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന സിംറ്റംസ് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബെൻസോഡയസെപ്പിൻ ഒരുപാട് നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ലീഡ്സ് ടു ടോളറൻസ്, ഡിപ്പെൻഡൻസ് ആൻഡ് വിഡ്രോവൽ സിംറ്റംസ് റിക്വയറിങ് കെയർഫുൾ മെഡിക്കൽ സൂപ്പർവിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ബെൻസോഡയസെപ്പിൻസിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, അതിൻ്റെ യൂസസ്, സൈഡ് എഫക്ട്സ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. So, before moving into the mechanism of action of benzodiazepines, we should know what is anxiety. അപ്പോൾ ആൻസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ബെൻസോഡയസെപ്പിൻസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ആൻസൈറ്റി? Anxiety is natural response to stress. It helps us stay alert and safe. But it becomes a problem when it's constant or overwhelming. അതായത് ഇപ്പോൾ ഒരു എക്സാം വരികയാണ്, നാളെ നമുക്കൊരു എക്സാമാണ്. നോർമലി നമ്മുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും. അയ്യോ, എക്സാം എങ്ങനെ എഴുതാൻ പറ്റും, നന്നായിട്ട് എഴുതാൻ സാധിക്കുമോ, നമ്മൾ പഠിച്ചിട്ട് ഇത്രയും പഠിച്ചിട്ട് എഴുതാൻ സാധിക്കില്ലേ എന്നൊക്കെയുള്ള ടെൻഷൻ നമുക്കുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും അല്ലേ. അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു നോർമൽ സ്ട്രെസ്സാണ്. അതിന് കൊടുക്കുന്ന ഒരു തിരിച്ചുള്ള റെസ്പോൺസാണ് ആൻസൈറ്റി. So, anxiety is a problem when it's constant or overwhelming. നോർമലായിട്ട് നമ്മളുടെ സ്ട്രെസ്സിന് അതിന് ഒരു റെസ്പോൺസ് ആയിട്ട് വരുന്നതാണ് ആൻസൈറ്റി. പക്ഷേ അത് ഓവർവെൽമിംഗ് ആയിട്ട് നമ്മുടെ ലൈഫിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സീരിയസ് ഒരു ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബെൻസോഡയസെപ്പിൻസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയുന്നതിന് മുന്നേ വി ഷുഡ് നോ ഹൗ ദ ബ്രെയിൻ വർക്ക്സ്. Brain cells communicate using chemicals called as neurotransmitters. There are two types, excitatory neurotransmitter and inhibitory neurotransmitter. അപ്പോൾ ബ്രെയിൻ സെൽസ് നമുക്കറിയാം, ന്യൂറോൺസ് ആണ് ബ്രെയിൻ സെൽസ്. ഈ ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കെമിക്കൽസ് റിലീസ് ചെയ്തിട്ടാണ്. ഈ കെമിക്കൽസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിൽ ടു ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അപ്പം ഇതെന്താണ് എക്സൈറ്റേറ്ററി, എന്താണ് ഇൻഹിബിറ്ററി എന്ന് നമുക്ക് പഠിക്കാം. ആസ് ഐ സെഡ്, എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് സ്പീഡ്സ് അപ്പ് ബ്രെയിൻ ആക്ടിവിറ്റി. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീനെ സ്പീഡപ്പ് ചെയ്യുന്ന ഒരു തരം ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു കെമിക്കലിനെയാണ് എന്ത് പറയുന്നത്, എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൂട്ടാമേറ്റ്. ഇനി ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് സ്ലോസ് ഡൗൺ ബ്രെയിൻ ആക്ടിവിറ്റി. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീനെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു തരം കെമിക്കൽസിനെയാണ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗാബാൻ്റെ ഫുൾ ഫോം ഗാമ അമിനോ ബ്യൂട്ടാരിക് ആസിഡ് എന്നാണ്. ഇതൊരു തരം കെമിക്കലാണ്, അത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, നമ്മളൊരു ഹെൽത്തി ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററും ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററും തമ്മിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഓവർ ആക്ട് ചെയ്യാണ്ട്, ഇപ്പോൾ എക്സൈറ്റേറ്ററി കാരണം ബ്രെയിൻ ആക്ടിവിറ്റി സ്പീഡപ്പ് ആവാണ്ട്, അതുപോലെ തന്നെ ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യാണ്ട് ഒരു ബാലൻസിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഗാബയാണ്. ഗാബ എന്ന് പറയുമ്പോൾ ഗാമ അമിനോ ബ്യൂട്ടാരിക് ആസിഡ്. ഈ ഗാബേൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്രെയിൻസ് മെയിൻ കാമിങ് കെമിക്കൽ.
ഇറ്റ് ഹെൽപ്സ് സ്റ്റോപ്പ് ഓവർ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ ആക്ട് ലൈക്ക് എ ബ്രേക്ക് ടു സ്ലോ തിങ്സ് ഡൗൺ. അതായത് ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓവർ ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻസൈറ്റി ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിൻ ഓവർ ആക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഗാബ എന്ന് പറയുന്ന കെമിക്കൽ അവിടെ ആക്ട് ചെയ്തിട്ട് ഒരു ബ്രേക്ക് പോലെ ആക്ട് ചെയ്യും. അതായത് ഓവർ ആക്ട് ചെയ്യാണ്ട് ബ്രെയിൻ കെമിക്കൽസ് അല്ലെങ്കിൽ ന്യൂറോൺസിനെ പിടിച്ചു നിർത്തുന്ന റോളാണ് ഗാബ ചെയ്യുന്നത്. ഗാബ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീനെ സ്ലോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം ഒരു ഗാബ റിസപ്റ്റർ. ഇതാണ് ഒരു ഗാബ റിസപ്റ്റർ. ഈ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഗാബ റിസപ്റ്റേഴ്സ് എന്താണെന്നും അതിൻ്റെ ആക്ഷൻ എന്താണെന്നും മനസ്സിലാകത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് നോക്കാം. ഈ ന്യൂറോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കെമിക്കൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 2 ന്യൂറോൺസ് എടുക്കാം. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും. അതായത് ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ റിലീസ് ചെയ്യുന്ന കെമിക്കൽ വന്നിട്ട് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ വഴി അങ്ങനെ അടുത്തടുത്ത ന്യൂറോൺസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതാണ് ആക്ച്വലി നോർമൽ മെക്കാനിസം. അപ്പോൾ നമ്മുടെ ഗാബ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ട്രിഗർ ഉണ്ടാവുകയാണ്, ആൻസൈറ്റി പോലത്തെ എന്തെങ്കിലും ഒരു പേടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? അതായത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ഗാബ റിലീസ് ചെയ്യും. ഗാബ റിലീസ് ചെയ്യുമ്പം ഈ ഗാബ എന്ത് ചെയ്യും? ഗാബ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്ലൂ കളറിലുള്ളതാണ് ഗാബ. ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ റിലീസ് ചെയ്ത ഗാബ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ ഗാബ റിസപ്റ്റേഴ്സിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും റിസീവ് ചെയ്യുന്നതിനാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാബേനെ റിസീവ് ചെയ്യുന്നതിനെയാണ് ഗാബ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്നും റിലീസായ ഗാബ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള ഗാബ റിസപ്റ്റേഴ്സിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. ഇവിടെ പേർപ്പിൾ കളറിൽ കാണുന്നതാണ് ഗാബ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഈ ബ്ലൂ കളർ ഗാബ വന്നിട്ട് പേർപ്പിൾ കളർ റിസപ്റ്ററിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അവിടെ ക്ലോറൈഡ് അയോൺ ചാനൽ ഓപ്പൺ ആവും. ക്ലോറൈഡ് അയോൺ ചാനൽ ഓപ്പൺ ആവുമ്പം ക്ലോറൈഡ് അയോൺസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ വന്ന് അടിഞ്ഞുകൂടും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആരോ മാർക്ക്, ക്ലോറൈഡ് അയോൺസ് പുറത്തുനിന്ന് അകത്തോട്ട് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ അകത്തോട്ട് വരുന്നത്. അങ്ങനെ ക്ലോറൈഡ് അയോൺസ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. അങ്ങനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ ക്ലോറൈഡ് അയോൺസ് വന്ന് അടിഞ്ഞുകൂടുമ്പം അവിടെ നെഗറ്റീവ് ചാർജാണ് അധികമാവുന്നത്. അതിനെ പറയുന്ന പേരാണ് ഹൈപ്പർ പോളറൈസേഷൻ. അങ്ങനെ ഈ ഹൈപ്പർ പോളറൈസേഷൻ നടക്കുമ്പോൾ ഈ ന്യൂറോൺസിന് കെമിക്കൽസ് വീണ്ടും അങ്ങോട്ടേക്ക് അടുത്തടുത്ത ന്യൂറോൺസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതായത് അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചാർജാണ്. അപ്പുറത്തെ ന്യൂറോൺസിലോട്ട് കെമിക്കൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു ചാർജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണ്? ഹൈപ്പർ പോളറൈസേഷൻ കാരണം. ഹൈപ്പർ പോളറൈസേഷൻ എന്തുകൊണ്ട് വരുന്നു? ക്ലോറൈഡ് അയോൺസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിലോട്ട് ഇൻഫ്ലക്സ് ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഗാബ വന്നിട്ട് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ റിലീസ് ചെയ്ത ഗാബ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ ഗാബ റിസപ്റ്റേഴ്സ് വന്നിട്ട് അറ്റാച്ച് ആകുമ്പം ക്ലോറൈഡ് അയോൺസ് ഓപ്പണായി ക്ലോറൈഡ് അയോൺസ് ഉള്ളിലോട്ട് വരുന്നത് കൊണ്ട് ഹൈപ്പർ പോളറൈസേഷൻ നടക്കുന്നു. ഹൈപ്പർ പോളറൈസേഷൻ നടക്കുമ്പം ന്യൂറോൺസിന് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി സ്ലോ ഡൗൺ ആവുകയും നമ്മുടെ ബ്രെയിൻ കാം ആൻഡ് ക്വയറ്റ് ആവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നോർമൽ ഫിസിയോളജി. പക്ഷേ ഇപ്പോൾ നമ്മൾ ബെൻസോഡയസെപ്പിൻ പോലെ എന്തെങ്കിലും ഡ്രഗ് എടുക്കുകയാണെങ്കിൽ ഈ ഡ്രഗ് എന്ത് ചെയ്യും? അതാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ബെൻസോഡയസെപ്പിൻസ്. അപ്പോൾ ബെൻസോഡയസെപ്പിൻ നമ്മൾ എടുക്കുമ്പോൾ ഇതെന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ ബെൻസോഡയസെപ്പിൻസ് നേരെ വന്നിട്ട് ഈ ഗാബ റിസപ്റ്ററിൽ അല്ലെ ഗാബ ബൈൻഡ് ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെ ഈ ബെൻസോഡയസെപ്പിൻ വന്നിട്ട് ഗാബ റിസപ്റ്ററിലോട്ട് ബൈൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഗാബ ഒരു സ്ഥലത്താണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ ബെൻസോഡയസെപ്പിൻ വേറൊരു സൈറ്റിലായിരിക്കും ബൈൻഡ് ചെയ്യുന്നത് ഗാബ റിസപ്റ്ററിൻ്റെ. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പം ഗാബ നോർമലി എന്താ ചെയ്യുന്നത്? ക്ലോറൈഡ് അയോൺസിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഗാബേൻ്റെ ആക്ടിവിറ്റി കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന പണിയാണ് ഈ ബെൻസോഡയസെപ്പിൻ ചെയ്യുന്നത്. ബെൻസോഡയസെപ്പിൻ നമ്മൾ കഴിക്കുമ്പോൾ ഇത് നേരെ വന്നിട്ട് എന്ത് ചെയ്യും? ഗാബ റിസപ്റ്ററിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. മെയിനായിട്ടും ഗാബ റിസപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ സബ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ട് അതിന്. അപ്പം അതിലൊരു സബ് യൂണിറ്റാണ് ഗാബ എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെൻസോഡയസെപ്പിൻ എവിടെയാണ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്?
ചെയ്യുന്നത് ഗാബ എയിൽ. ഗാബ എയിൽ വന്ന് അറ്റാച്ച് ചെയ്തിരുന്നിട്ട് ഗാബേൻ്റെ ആക്ടിവിറ്റിനെ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഗാബേനെ ഹെൽപ്പ് ചെയ്യും കുറച്ചും കൂടി കൂടുതലായിട്ടും, അതായത് ഈസി ആയിട്ട് ക്ലോറൈഡ് അയോൺ ചാനൽസ് ഓപ്പൺ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലോറൈഡ് അയോൺസ് ഇൻഫ്ലക്സ് ആവുകയും ഹൈപ്പർ പോളറൈസേഷൻ നടക്കുകയും നമ്മുടെ ബ്രെയിനിന് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും നമ്മുടെ ബ്രെയിൻ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുകയും ചെയ്യും. ഈ ബെൻസോഡൈസപ്പിൻ എപ്പോഴൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റി പോലുള്ള ഡിസോർഡേഴ്സ് ഉള്ളപ്പോഴാണ്. നോർമലി നമ്മുടെ ഫിസിയോളജി നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗാബ അറ്റാച്ച് ചെയ്തിരിക്കും, ഗാബ റിസപ്റ്റേഴ്സിലോട്ട് ക്ലോറൈഡ് അയോൺസ് ഓപ്പൺ ആവും. അങ്ങനെയാണ് നോർമൽ ഫിസിയോളജി നടക്കുന്നത്. ബെൻസോഡൈസപ്പിൻ നമ്മൾ കഴിക്കുമ്പോൾ അത് നേരെ ഗാബ എ റിസപ്റ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്തിരുന്നിട്ട് നമ്മുടെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഗാബേനെ ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ ബെൻസോഡൈസപ്പിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കിത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഗാബ ബൈൻഡ്സ് ടു ഇറ്റ്സ് റിസപ്റ്റർ ദ ഡോർ എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ഇമാജിനറി സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. ഒരു ക്ലോസ്ഡ് ഡോറ്, ലോക്ക്ഡ് ആയിട്ടുള്ള ഡോറാണ്. ഈ ലോക്ക്ഡ് ഡോറാണ് ഗാബ റിസപ്റ്റർ. അപ്പോൾ ഈ ഗാബ എന്ന് പറയുന്ന ഒരാളാണ്. ഈ ആൾ വന്നിട്ട് ഈ ലോക്ക് ചെയ്ത ഡോറ് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ക്ലോറൈഡ് അയോൺസ് ഉള്ളിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ബെൻസോഡൈസപ്പിൻ എന്താ ചെയ്യുന്നത്? ബെൻസോഡൈസപ്പിൻ ഗാബേൻ്റെ അടുത്ത് വന്നിട്ട് ഗാബയ്ക്ക് ഡോറ് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ബെൻസോഡൈസപ്പിൻ എന്ത് ചെയ്യും? ഗാബേൻ്റെ കൂടെ നിന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ക്ലോറൈഡ് അയോൺസിന് പെട്ടെന്ന് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോറെന്ന് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. GABA is released in the brain. GABA binds to GABA A receptor on the neuron. Benzodiazepine binds to different site on the same receptor. Receptor becomes more responsive to GABA. More chloride ions enter the neuron and becomes more negative, that is hyperpolarized. Then the brain's activity slows down. The anxiety is reduced. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഗാബ റിലീസ് ചെയ്യുന്നു. ഈ ഗാബ വന്നിട്ട് ഗാബ എ റിസപ്റ്റർ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ ഗാബ എ റിസപ്റ്ററിലോട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ബെൻസോഡൈസപ്പിൻ കഴിക്കുമ്പോൾ ബെൻസോഡൈസപ്പിൻ നേരെ വന്നിട്ട് സെയിം റിസപ്റ്ററിൽ തന്നെയാണ് ബൈൻഡ് ചെയ്യുന്നത്. അതായത് ഗാബ ബൈൻഡ് ചെയ്ത റിസപ്റ്ററിൽ തന്നെയാണ് ബൈൻഡ് ചെയ്യുന്നത്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിസപ്റ്റർ ഗാബയ്ക്ക് കുറച്ചും കൂടി റെസ്പോൺസ് തരും. അത് ഗാബയുടെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്, കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗാബയുടെ ആക്ടിവിറ്റി എന്താണ്? ക്ലോറൈഡ് അയോൺസ് ന്യൂറോണിൻ്റെ അകത്തോട്ട് എൻ്റർ ആക്കി വിടുക. അപ്പോൾ കൂടുതൽ ക്ലോറൈഡ് അയോൺസ് ഉള്ളിലോട്ട് എൻ്റർ ആവുകയും കൂടുതൽ നെഗറ്റീവ് ചാർജ് ആവുകയും ഹൈപ്പർ പോളറൈസ്ഡ് ആവുകയും ചെയ്യും. അങ്ങനെ ആകുമ്പം ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, നമ്മുടെ ന്യൂറോൺസിന് കെമിക്കൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോ ഡൗൺ ആവുകയും കാം ആവുകയും നമ്മുടെ ആൻസൈറ്റി റെഡ്യൂസ് ആവുകയും ചെയ്യും. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് നോട്ടായിട്ട് എഴുതിയെടുക്കാം. ഇപ്പം എക്സാമിന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെ ആ ഫ്ലോ ചാർട്ട് പോലെ വരച്ചാൽ മതി. അതിൽ തന്നെ എല്ലാ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്ലോ ചാർട്ട് തന്നത്. ഇനി നമുക്ക് ബെൻസോഡൈസപ്പിൻസിൻ്റെ യൂസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിവിയർ ആൻസൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബെൻസോഡൈസപ്പിൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസോംനിയ എന്ന് വെച്ചാൽ സ്ലീപ്പ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്ലീപ്പ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥ, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ബെൻസോഡൈസപ്പിൻ യൂസ് ആവും. പിന്നെ സീഷർ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയും. പിന്നെ മസിൽ റിലാക്സേഷന് വേണ്ടി യൂസ് ചെയ്യും. മസിൽ സ്പാസം, പിന്നെ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡർ, സെറിബ്രൽ പാൾസി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ടൈപ്പ് ഓഫ് ഡിസോർഡറാണ്. നമ്മുടെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അങ്ങനത്തെ ഡിസോർഡേഴ്സിന് ബെൻസോഡൈസപ്പിൻ യൂസ് ആവും. പിന്നെ ആൽക്കഹോൾ വിഡ്രോവൽ. അപ്പം ആൽക്കഹോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അതിൽ നിന്നും വിഡ്രോ ആകുമ്പോഴത്തേക്കും
അവർക്ക് അതിൻ്റേതായുള്ള സിംറ്റംസ് അവർ കാണിക്കും. സിഷേഴ്സ് വരിക, അതുപോലെ തന്നെ അജിറ്റേറ്റഡ് ആവുക, ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആവുക, ഷൗട്ട് ചെയ്യുക, ആങ്കർനെസ് കാണിക്കുക, അങ്ങനെയൊക്കെ അങ്ങനത്തെ സിംറ്റംസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബെൻസോഡയസെപ്പിൻ യൂസ് ആവും. പിന്നെ അതുപോലെ തന്നെ പ്രീ ഓപ്പറേറ്റീവ് സെഡേഷൻ. ഇപ്പോൾ സർജറിക്ക് മുന്നേ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും. അതുപോലെ തന്നെ മൈൽഡ് സെഡേഷനും ബെൻസോഡയസെപ്പിൻ പ്രൊവൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞു ബ്രെയിൻ നല്ലപോലെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അപ്പം സെഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രീ ഓപ്പറേറ്റീവ്ലി സർജറിക്ക് മുന്നേ ബെൻസോഡയസെപ്പിൻ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് അഡ്വേഴ്സ് എഫക്ട്സോട്ട് പോവാം. അപ്പോൾ ബെൻസോഡയസെപ്പിൻസിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ടും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിപ്രഷനാണ്. അതായത് നമുക്ക് ഡ്രൗസിനെസ്, അതുപോലെ തന്നെ ഉറക്കം വരിക, ഡിസിനെസ്, ലൈറ്റ് ഹെഡഡ് ആയിട്ട് ഫീൽ ചെയ്യുക, അൺസ്റ്റഡി ഫീലിംഗ്, കൺഫ്യൂഷൻ, ബ്ലർഡ് വിഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് കോമൺ ആയിട്ട് നമുക്ക് കാണപ്പെടുന്ന സൈഡ് എഫക്ട്സ്. കാരണം എന്താണ്, ബെൻസോഡയസെപ്പിൻ ഒരു സെഡേറ്റീവ് എഫക്റ്റ് തരുന്ന മരുന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സൈഡ് എഫക്റ്റ് വരുന്നത്. പിന്നെ സീരിയസ് ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ്, അത് മെയിനായിട്ട് നമ്മൾ പറയേണ്ട ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. മെമ്മറി ലോസ് വരാം, പിന്നെ ഡിപ്പെൻഡൻസ്. ഇപ്പോൾ ഈ ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സിഷേഴ്സ്, ഉറക്കമില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് സീരിയസ് സൈഡ് എഫക്ട്സ്. അപ്പോൾ ബെൻസോഡയസെപ്പിൻസ് എന്ന് പറയുന്നത് ഒരു മേജറായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. സൈക്കാട്രിക്കും അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിന് വേണ്ടിയും യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. അപ്പോൾ അതിന് മെക്കാനിസം ഓഫ് ആക്ഷൻ, യൂസസും അഡ്വേഴ്സ് എഫക്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഒപ്റ്റിമൈസിങ് പേഷ്യൻറ്റ് കെയർ ആൻഡ് മിനിമൈസിങ് ഫർദർ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. If you have any doubts regarding this lecture, please don't forget to comment down below. Thank you.